ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ അപ്പുറത്തെ വീട്ടിൽ ശരണ്യ വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയിൽ കുറച്ച് ഗോതമ്പ് ഉണക്കായിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് അങ്ങോട്ട് എടുക്കാൻ പോകാമേ. ഇതിനകത്ത് ഈ ഒരു വീട്ടിൽ ചെറിയൊരു കോമഡി ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതാ ബക്കറ്റും കൊട്ടയും കൂടെ എടുത്തിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ഗോതമ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ടെറസിൻ്റെ മണ്ടയിലോട്ട് വന്നിടത്തായിരുന്നു ശരണ്യ അച്ചാച്ചൻ ചോദിച്ചത് മുളക് എടുക്കാൻ പോവുകയാണോ എന്ന്. ഞാൻ പറഞ്ഞല്ലോ ഗോതമ്പ് എടുക്കാൻ പോകുന്ന പറഞ്ഞേ. പിന്നെ ഒരു സ്റ്റെപ്പൊക്കെ കയറി ഇതാ വന്നിട്ടുണ്ട്. ഇനി വീണ്ടും സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് ഗോതമ്പിൻ്റെ അടുത്തേക്ക് പോകട്ടോ. അപ്പോൾ അത് ടെറസിന് കൊണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ അപ്പുറത്തെ കമ്പനി മണ്ട ഇന്നലെ കാണാം കേട്ടോ. അവിടെ വന്നപ്പോഴത്തേക്ക് അവിടുത്തെ ചെടിയൊക്കെ കണ്ട് നോക്കി നിന്നിട്ട് നമ്മുടെ ഗോതമ്പിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. 2 പായലാണ് ഇട്ടേക്കുന്നത്. ഒരു കൊച്ചു പായലും ഒരു വലിയ പായലുമായിട്ടാണ് നമ്മൾ ഗോതമ്പ് ഇട്ടേക്കുന്നത് കേട്ടോ. അങ്ങനെ ഗോതമ്പൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. നല്ല ഉണങ്ങി വേണ്ട നല്ല കിറുകിറാന്ന് സൗണ്ടും കേൾക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് നീക്കി ഒതുക്കി വെക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. അരിമണികൾ വീഴുന്ന പോലെയാണ് വീഴുന്നത്. പിന്നെ ഞാൻ അവിടെ എണീറ്റ് വീഡിയോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് എണീറ്റ് ഓടിയത്. അങ്ങനെ ഗോതമ്പൊക്കെ ഈ നേരത്ത് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയായിരിക്കും നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാനൊരു പൊട്ടത്തിനും കാണിച്ചത് ഇതാണ്. ഞാനാണെങ്കിൽ ഗോതമ്പ് ഇങ്ങനെ ഇടുന്നതായിട്ട് എടുക്കുന്നത് കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കണമായിരുന്നു. ബട്ട് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫുള്ളി ഇരുട്ട് പോലായിരുന്നു. അവസാനം ഞാൻ എങ്ങനെയോ ഞെക്കിതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ആ പൊട്ടത്തരം കാണുമ്പോൾ എനിക്കിപ്പോഴും ഈ വീഡിയോ സൗണ്ട് ഡബ് ചെയ്യുമ്പോൾ ഞാൻ ചിരിക്കുമായിരുന്നു ഈ സമയത്ത്. ഇനിയിപ്പോൾ നമുക്ക് അതൊക്കെ പോട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ ഗോതമ്പൊക്കെ എടുത്തിട്ടുണ്ട്. കൊണ്ടുവന്നതിനേക്കാളും കുറവാണെന്ന് തോന്നുന്നു. എല്ലാം പ്രാവ് കൊത്തി തിന്നെന്ന് തോന്നുന്നത്. കാരണം ആദ്യം കൊണ്ടുവന്നപ്പോൾ ഈ ബക്കറ്റ് നിറയെ ഉണ്ടായിരുന്നു, പിന്നെ ഈ ചുമന്ന കൊട്ടയും നിറയെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി വിഷമിച്ചിട്ട് ഞാൻ പിന്നെ അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞാൽ പായ എടുത്ത് കയ്യിൽ മടക്കി അങ്ങോട്ട് വെച്ചിട്ട് കൊട്ടയെടുത്ത് ഈ പായും മൊബൈലും അതുപോലെ കൊട്ടയും എല്ലാം കൂടെ എടുത്തുകൊണ്ടായിരുന്നു ഞാൻ വരുന്നത് കേട്ടോ. പിന്നെ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇങ്ങാണ്ട് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ വീട്ടിലേക്കല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കൊട്ടയൊക്കെ എടുത്തുകൊണ്ട് നേരെ പോവുകയാണ് കേട്ടോ. ഇത് ഓടുമല്ല, ഫാസ്റ്റിൽ വീഡിയോ എടുക്കുന്നതിൻ്റെ ആണ് കേട്ടോ. അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്ന് കുറച്ച് ചോയൊക്കെ കാണിച്ചു. അന്നേരം അവിടെ പൊട്ട് പാടുന്നതാണ്. മാണിച്ചേച്ചി മുമ്പോട്ടിരിക്കുന്നുണ്ട്. പിന്നെ ജഗ്ഗിന് ഇത്തിരി വെള്ളം കുടിക്കാൻ നേരത്തായിരുന്നു വെള്ളം അതിനകത്തില്ലാഞ്ഞത്. പിന്നെ അതിനകത്ത് നിന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി മേത്ത് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ്